ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ജീവിതം കൊണ്ട് ആർക്കാ ഒരു ഗുണമുള്ളത്? ഏതായാലും എനിക്കില്ല. എന്നാൽ മറ്റുള്ളവർക്കാർക്കെങ്കിലും ഉണ്ടോ? അതും ഇല്ല. അപ്പോൾ പിന്നെ എന്നെപ്പോലൊരാൾ എന്തിനായി ഭൂമിയിൽ ജീവിക്കണം? ഞാൻ വെറും പാഴാ. ഈ വിഷ്ണു വെറും പാഴാ. എടാ മോനെ വിഷ്ണു, ഞാൻ പറയുന്ന ഒന്ന് നീ കേക്ക്. ഈ അവസ്ഥയിൽ നീ ഇവിടെ നിൽക്കണ്ട. ഈ നഷ്ടങ്ങൾ കൊണ്ട് തുലാഭാരം നടത്താൻ വിധിക്കപ്പെട്ടവനായി ഞാൻ. രക്ഷപ്പെടാനും ജീവിതം ഒന്ന് തിരികെ പിടിക്കാനും അറിയാവുന്ന ശ്രമങ്ങളൊക്കെ ചെയ്തു നോക്കി. എന്നിട്ട് ഒന്നും നടന്നില്ല. ഇപ്പോഴേ ഈ വിഷ്ണുവിൻ്റെ മുന്നിൽ ജീവിതം എന്ന് പറയുന്നതേ ഒരു വട്ട പൂജ്യവാ എന്നും പറഞ്ഞ് വിഷ്ണു അവിടെ നിന്ന് ചേരെടുത്ത് വലിച്ചൊരൊറ്റേറ്. ഞാൻ വെറും ഒരു വട്ട പൂജ്യം. എന്നെ ഇങ്ങനെ ആക്കിയതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ആരാണെന്നറിയാവോ? എൻ്റെ ഈ അമ്മ, സാക്ഷാൽ സത്യഭാമ. എടാ വിഷ്ണു, നീ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് നല്ലതുപോലെ അറിയാം. ഇതെല്ലാം മദ്യത്തിൻ്റെ പുറത്താ. അല്ലെങ്കിൽ നീ എന്നോട് ഇങ്ങനെ ഒന്നും സംസാരിക്കത്തില്ല. അത് തന്നെയാ എൻ്റെ പരാജയം. അതറിയില്ലേ? ഇവിടെ ഇപ്പം നിങ്ങളോട് എനിക്ക് 2 വാക്ക് സംസാരിക്കാനുള്ള ധൈര്യത്തിന് വേണ്ടിയാ ഈ മദ്യത്തിൻ്റെ ലഹരി ഞാൻ വിലക്കെടുത്തത്. പിന്നെ നിങ്ങൾക്ക് സങ്കടം തോന്നത്തില്ലെങ്കിലേ ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ മകനായിട്ട് ഞാൻ നിങ്ങളുടെ ഈ വയറ്റിൽ പിറന്നതോർത്തെ ഞാൻ നാണക്കേട് അനുഭവിക്കുക. മോനെ വിഷ്ണു, നീ ഇങ്ങനെയൊന്നും പറയരുത്. പിന്നെ നീ എത്ര ശ്രമിച്ചാലും ഇതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല മോനെ. ഒരു മകൻ്റെ ജീവിതം എപ്പോഴാ പൂർണ്ണതയിലാകുന്നതേ എന്ന് നിങ്ങളെപ്പോലുള്ള അമ്മമാരറിയണം. അത് മനസ്സിലാക്കണം, അറിയാവോ? എന്നിട്ട് അവരെ ജീവിക്കാൻ വിട്ടുകൊടുക്കണം. ഭാര്യ, കുട്ടികൾ, ഇതെല്ലാം അവരുടെ ജീവിതത്തിലെ ഒരു ഭാഗമായിട്ട് അവരെ സ്വതന്ത്രരായിട്ട് ജീവിക്കാൻ അനുവദിക്കണം. എന്നെ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ അനുവദിച്ചിട്ടുണ്ടോ? എനിക്കൊരു സ്വാതന്ത്ര്യവുമില്ല, ഒരു മണ്ണാങ്കട്ടിയുമില്ല. ഞാൻ അറിയാൻ വയ്യാത്തത് കൊണ്ട് ചോദിക്കുക, എന്നെ എന്തിനാ നിങ്ങളിങ്ങനെ വളർത്തി മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താനായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുത്തേക്കുന്നത്? തൻ്റെ നേരെ നിന്ന് ഒരു വാക്കുപോലും തികച്ച് പറയാൻ പറ്റാത്ത വിഷ്ണു മദ്യപിച്ചിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നോർത്തിങ്ങനെ സത്യഭാമ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുക. വിഷ്ണു വീണ്ടും പറയുക, മരണം വന്ന് വിളിക്കുമ്പോഴെനിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നിങ്ങളുടെ മകനായിട്ട് ജനിക്കരുതേ എന്ന്. മോനെ വിഷ്ണു, അമ്മയെ സങ്കടപ്പെടുത്താൻ വേണ്ടിയാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതിന് നിങ്ങൾക്ക് സങ്കടമോ? സങ്കടപ്പെട്ട് കണ്ണുനീരെ വറ്റിപ്പോയവനാ ഞാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കാൻ പോവാ. എന്തിനാ ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നത്? മോനെ വിഷ്ണു, നീ അങ്ങനെയൊന്നും പറയാതെടാ. ഏയ്, എൻ്റെ അടുത്തോട്ട് വരരുത്. ഞാൻ ഇവിടുന്ന് ഇപ്പം ചാടും. സ്വന്തം വീട് സ്വർഗമായിട്ട് കാണണമെന്നാ എല്ലാവരും പറയുന്നത്. എന്നാൽ എനിക്കിത് സ്വർഗമല്ല. എൻ്റെ വീട് എനിക്ക് നരകവാ. എനിക്ക് ഈ നരകത്തിൽ എന്നേക്കുമായിട്ട് പോണം. എൻ്റെ പൊന്നുമോനെ, ദൈവത്തിന് നിരക്കാത്തതൊന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യല്ലേ. എടാ, നിന്റെ അമ്മയാ പറയുന്നത്. വാ മോനെ, താഴോട്ട് വാടാ. വേണ്ട, എൻ്റെ അടുത്തോട്ട് വരരുത്, ഞാൻ ചാടും എന്നും പറഞ്ഞ് വിഷ്ണു മുകളിൽ നിന്ന് താഴോട്ടൊരൊറ്റ ചാട്ടം. താഴെ വീണ് തലപൊട്ടി രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന വിഷ്ണുവിനെ സത്യഭാമ ഇങ്ങനെ നോക്കിയിട്ട്, സത്യഭാമ മോനെ വിഷ്ണു എന്നും പറഞ്ഞിങ്ങനെ അലറി കട്ടിൽ നിന്ന് ചാടി എഴുന്നേൽക്കുവാണ്. സത്യഭാമ ഇത്രയും നേരം കണ്ടതല്ല ഒരു സ്വപ്നമായിരുന്നു. സത്യഭാമ വിഷ്ണു എന്നും പറഞ്ഞ് അലറി കൂവിയത് കേട്ട് ഉറങ്ങിക്കിടന്ന രാഘവേട്ടനും പെട്ടെന്ന് ഞെട്ടി എണീറ്റ്, എന്താ ഭാമ, എന്തു പറ്റി? എന്താ വല്ല സ്വപ്നവും കണ്ടോ? ആ, ഞാൻ സ്വപ്നം കണ്ട് എന്നും പറഞ്ഞ് സത്യഭാമ അവിടെ ഇരുന്ന വെള്ളമെടുത്ത് മടമടമടാന്നങ്ങ് കുടിക്കുക. എന്നിട്ട് നേരെ വിഷ്ണുവിൻ്റെ മുറിയിലോട്ട് ഓടിപ്പോയി നോക്കുമ്പോൾ വിഷ്ണു നല്ല ഉറക്കത്തിലാണ്. ഉറങ്ങിക്കിടക്കുന്ന വിഷ്ണുവിനെ നോക്കി സത്യഭാമയങ്ങ് സന്തോഷപ്പെടുവാണ്. സത്യഭാമ അങ്ങനെ വിഷ്ണുവിൻ്റെ കട്ടിലിൽ പോയിരുന്നുകൊണ്ട് വിഷ്ണുവിൻ്റെ തലയിൽ തടവിക്കൊണ്ട് മനസ്സിൽ പറയുവാണ്, മോനെ വിഷ്ണു, നീയല്ലാതെ എനിക്ക് ആരാടാ ഉള്ളത്? എൻ്റെ ഊണിലും ഉറക്കത്തിലും എൻ്റെ ചിന്തയിലും എല്ലാം നിന്നെക്കുറിച്ചല്ലേ. നിൻ്റെ ഇഷ്ടങ്ങൾക്കൊന്നും ഇനി വിലങ്ങുതടിയാകാൻ ഞാനില്ല. നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു കരടായി ഇനി ഞാൻ വരികയുമില്ല. ഇത് മോൻ്റെ അമ്മയുടെ ഏറ്റുപറച്ചിലോ മാപ്പ് പറച്ചിലോ അല്ല, എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള സമ്മതമാണ്. ശാലിനിയെയും വിഷ്ണുവിനെയും ഒന്നിച്ച് കാണണമെന്നുള്ള അമ്മയുടെ മനസ്സിൽ തട്ടിയുള്ള സമ്മതം. അമ്മയോട് പൊറുക്കണേ മോനെ, എനിക്ക് വലുത് നീ തന്നെയാടാ. നീ ഉണ്ടെങ്കിലേ ഈ അമ്മയേ ഉള്ളൂ എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് സത്യഭാമ അവിടെ നിന്ന് നേരെ പൂജാമുറി പോയിരുന്ന് ഭഗവാന്റെ മുന്നിൽ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുവാണ്. ഭഗവാനെ, എൻ്റെ വിഷ്ണുമോന് ഒരാപത്തും വരുത്തരുതേ. അവൻ്റെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകളൊന്നും തോന്നിക്കല്ലേ. അവനെ കണ്ടിട്ട് തന്നെ ഞാൻ ജീവിക്കുന്നത് തന്നെ.
ഭഗവാനെ, സ്വപ്നത്തിൽ എന്നെ ഈ കാണിച്ചു തന്നത് വരാൻ പോകുന്ന ഒരു വലിയ ദുരന്തമായി വരുത്തരുതേ. എൻ്റെ മകൻ്റെ ജീവിതം ഞാനായിട്ട് തകർത്തതാണെന്ന് ഭഗവാനെ അവിടുന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് മാപ്പ് ചോദിക്കുന്നു. ശാലിനിയും വിഷ്ണുവും ഒന്നിക്കേണ്ടവർ തന്നെയാണ്. അതുതന്നെയാണ് എൻ്റെ ആഗ്രഹവും. ചില കാര്യങ്ങളിലുള്ള തെറ്റിദ്ധാരണകൾ മൂലമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതെല്ലാം എൻ്റെ വിഷ്ണുവിൻ്റെ നല്ലതിന് വേണ്ടി ചിന്തിച്ചാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയത്. ഇനിയിപ്പം ആ ഒരു കടുംപിടുത്തം പോലും ഞാൻ പിടിക്കുന്നില്ല. കാരണം എനിക്കെൻ്റെ വിഷ്ണുവിനെ എന്നും കാണണം ഭഗവാനെ. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ മകനെ കണ്ടു വേണം എനിക്ക് മരിക്കാൻ. ഇനി അവൻ ആപത്ത് വരുന്ന ഒരു ദുസ്വപ്നവും എന്നെ കാണിക്കല്ലേ ഭഗവാനെ. എനിക്കത് താങ്ങാനുള്ള കെൽപ്പില്ല എന്നൊക്കെ സത്യഭാമ തൻ്റെ അഹന്തയും അഹംഭാവവും എല്ലാം ഭഗവാന്റെ മുന്നിൽ അടിയറ വെച്ച് കണ്ണുനീരോടെ തൊഴുതു നിൽക്കുവാണ്. രാവിലെ വിഷ്ണു എഴുന്നേറ്റ് വാൾക്കണിയിൽ നിന്നുകൊണ്ട് സത്യമോൾ പറഞ്ഞതൊക്കെ ഓർക്കുവാണ്. അമ്മയെ അച്ഛൻ എന്നെ വിളിച്ചിരുന്നുവെന്നും അച്ഛൻ്റെ പഴയ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു എന്നൊക്കെ. സത്യയുടെ അച്ഛനാണെന്ന് പറഞ്ഞ് വിളിക്കുന്നത് ആരായിരിക്കും? വിഷ്ണു അങ്ങനെ ചിന്തിച്ചോണ്ട് നിൽക്കുമ്പോൾ രോഹിത് അങ്ങോട്ട് വരുവാണ്. ബ്രോ, എന്താ ഇവിടെ തനിച്ചു നിൽക്കുന്നേ? ഓ, ഞാൻ ചുമ്മാതെ നിന്നതാണ്. ബ്രോയെ താഴെ അച്ഛൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് രോഹിത് വിഷ്ണുവിനെ വിളിച്ചുകൊണ്ട് താഴെ വരികയാണ്. രാഘവേട്ടൻ വിഷ്ണുവിനോട് പറയുവാണ്, മോനെ, നമ്മൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന് പരിഹാരം കാണേണ്ടോ നമ്മൾ തന്നെയാണ് എന്നിങ്ങനെ അവർ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സത്യഭാമ വെളിയിൽ എവിടെയോ പർച്ചേസൊക്കെ കഴിഞ്ഞ് വലിയ സന്തോഷത്തോടെ 3-4 ബാഗ് ഡ്രസ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ അകത്തോട്ട് കയറി വരുവാണ്. രാഘവേട്ടൻ ഉടനെ, എന്താ ഭാമ ഇതൊക്കെ? എന്തോ വിശേഷമുണ്ടെന്ന് തോന്നുന്നല്ലോ. വിശേഷമൊക്കെ ഉണ്ട്, പറയാം. രോഹിത്തെ, ശ്യാമയെ വിളിക്ക്. രോഹിത്താണെ അന്തം വിട്ട് സത്യഭാമയെ തന്നെ നോക്കി നിൽക്കുക. എടാ, ശ്യാമയെ വിളിക്കാനെന്ന്. ഞാനിവിടെ ഉണ്ട് സത്യാമ്മയെന്നും പറഞ്ഞ് ശ്യാമയെ അങ്ങോട്ട് വരികയാണ്. മോൾ ഇങ്ങോട്ട് വാ. വേണ്ടേ, ആവശ്യത്തിനുള്ള ഡ്രസ്സ് എല്ലാവർക്കും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിനക്കും രോഹിത്തിനും പപ്പിമോൾക്കും ഉള്ളതാ. അവിടെ നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. സത്യഭാമയ്ക്ക് ഇത് എന്ത് പറ്റി? ശ്യാമയെ മോളേന്നൊക്കെ വിളിക്കുന്നു. രാഘവേട്ടനും ഡ്രസ്സ് കൊടുക്കുന്നു, വിഷ്ണുവിന് കൊടുക്കുന്നു, പൊന്നിക്കും പിള്ളയ്ക്കും ഉള്ളത് കൊടുക്കുന്നു. എല്ലാവരും ഇങ്ങനെ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് അന്തിച്ച് നിൽക്കുക. രാഘവേട്ടൻ വീണ്ടും ചോദിക്കുക, എന്താ ഭാമ വിശേഷം? അത് പറ. സത്യഭാമ രോഹിത്തിനോട് ചോദിക്കുന്നു, എടാ, നാളത്തെ വിശേഷം എന്തോ നിനക്കറിയാവോ? ഇല്ല സത്യാമ്മേ. എടാ, നാളെ നിങ്ങളുടെ വിവാഹ വാർഷികമാണ്. ശ്യാമേ, നീയും മറന്നുപോയോ? മറന്നുപോയതല്ല സത്യാമ്മേ, നമ്മൾ കഴിഞ്ഞ വർഷമൊന്നും ആഘോഷിച്ചിട്ടില്ലല്ലോ. എന്നാൽ ഇത്തവണ നമ്മളിത് ആഘോഷിക്കുമ്പോൾ ശാലിനിയും ഇവിടെ ഉണ്ടാകണം. സത്യഭാമ ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണുവും രാഘവേട്ടനും എല്ലാവരും ഇങ്ങനെ വീണ്ടും അന്തിച്ചു നോക്കുവാണ്. എന്തായി സത്യഭാമയ്ക്ക് പറ്റിയത്? വിഷ്ണുവും ശാലിനിയും ഇങ്ങനെ അകന്ന് കഴിയുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. രാഘവേട്ടനെ അങ്ങോട്ട് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അല്ല ഭാമേ, നീ ഇത് ഉള്ളിൽ തട്ടിയാ പറയുന്നതെങ്കിലേ ഈ വീടൊരു സ്വർഗവാ. രാഘവേട്ട, ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. എൻ്റെ നിലപാടുകളൊക്കെ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി. അതുകൊണ്ട് ഈ സത്യഭാമയെ തന്നെ തിരുത്താൻ തീരുമാനിച്ചു. ഇതറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എൻ്റെ കുഞ്ഞേച്ചിയായിരിക്കും. വിഷ്ണുവാണെങ്കിൽ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ ഒന്നും വിശ്വസിക്കാനാകാതെ സത്യഭാമയുടെ കണ്ണിലോട്ട് നോക്കിയിരിക്കുക. അപ്പോൾ ഈ വെഡ്ഡിങ് ആനിവേഴ്സറി നമ്മൾ അങ്ങ് അടിച്ച് പൊളിക്കുന്നു എന്ന് രോഹിത്. വിഷ്ണു, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? നിനക്ക് സന്തോഷമായില്ലേ എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുമ്പോഴും വിഷ്ണു പറയുവാണ്, അമ്മ ഇത് ശരിക്കും ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണോ? എനിക്കറിയാം വിഷ്ണു, നിനക്ക് അത്രയ്ക്ക് എളുപ്പം ഇതങ്ങോട്ട് ഉൾക്കൊള്ളാനാകില്ലെന്ന്. മോനെ, നിന്റെ അമ്മ ഇത് ആത്മാർത്ഥമായിട്ടെടുത്ത തീരുമാനം തന്നെയാ. ഇനി നിന്റെ കൂടെ നിന്നോടൊപ്പം നിന്റെ ശാലിനിയും വേണം. ശ്യാമേ, നീ ശാലിനിയെ ഫോൺ ചെയ്ത് വിളിക്കുകയോ ഇല്ല പോയി വിളിക്കുകയോ ചെയ്യണമെങ്കിൽ അങ്ങനെയും ആകാം. ശാലിനിയെ വിളിക്കുന്ന ഉത്തരവാദിത്തം ഞാൻ നിന്നെ ഏൽപ്പിക്കുക എന്നിങ്ങനെ ശ്യാമയോട് പറയുമ്പോൾ രാഘവേട്ടൻ ഉടനെ പറയുക, അത് ശരിയാണോ ശ്യാമേ? ശ്യാമയാണോ പോയി വിളിക്കേണ്ടത്? ഇതൊക്കെ മുതിർന്നവരല്ലേ പോയി പറയേണ്ടത്? അപ്പോൾ രോഹിത്തും പറയുവാണ്, സത്യാമ്മയാണ് പോയി വിളിക്കേണ്ടത്. അപ്പോൾ നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ പോയി വിളിക്കണമെന്നാണോ? അല്ലാതെ. വിഷ്ണു ഉടനെ സത്യഭാമയോട് പറയുവാണ്, അമ്മ പോയി വിളിക്കുന്നതും ഇവര് പോയി വിളിക്കുന്നതും രണ്ടും രണ്ടാണമ്മേ. അമ്മ വിളിച്ചാൽ പിന്നെ ശാലിനിക്ക് മറിച്ചൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ അഭിപ്രായമാണെങ്കിൽ എനിക്ക് പിന്നെ വേറെ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ല. ഞാൻ പോയി വിളിക്കാം. പക്ഷേ ഞാൻ പോയി വിളിക്കുമ്പോൾ അതൊരു വലിയ ചടങ്ങായിട്ടേ ഞാൻ പോയി വിളിക്കത്തുള്ളൂ. ശാരദാമ്മയും ശാലിനിയെയും ഞെട്ടിപ്പിക്കുന്ന ഒരു ചടങ്ങ്. അങ്ങനെ എല്ലാവരും അവിടെ വളരെ സന്തോഷത്തോടെ ആനന്ദ പൂത്തിരി തന്നെ അവിടെ കത്തുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ സത്യഭാമയും വിഷ്ണുവും കൂടെ ശാരദാമ്മയുടെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. അമ്മയും മകനും കാറിൽ വന്നിറങ്ങിയത് ശാലിനിയോ ശാരദാമ്മയോ അറിഞ്ഞിട്ടില്ല.
സത്യാമ്മ വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട്, ഡാ വാ അകത്തോട്ടെന്ന്. ഇല്ല, ഞാനിവിടെ നിൽക്കാം, അമ്മ അങ്ങോട്ട് അകത്തോട്ട് പൊയ്ക്കോ എന്ന് വിഷ്ണു പറയുകയാണ്. അമ്മ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് പറഞ്ഞ് അവരെ ക്ഷണിക്കണേ. സത്യഭാമ അകത്തോട്ട് കയറി വരുന്നത് കണ്ട് ശാലിനി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ഇതെന്താ സത്യാമ്മ പെട്ടെന്ന് വരുന്നത്? വഴക്കിനാണോ സന്തോഷിക്കാനാണോ ഒന്നും അറിയില്ലല്ലോ. ശാലിനിയാണെങ്കിൽ അമ്മേന്ന് ശാരദാമ്മയെ വിളിക്കുക. ശാരദാമ്മ ദാ വരുന്നു മോളേന്ന് പറയുന്നു. ഇത്രേ സംഭവമേ ഉണ്ടായുള്ളൂ. ഇനി എന്താണ് അടുത്തത് നടക്കാൻ പോകുന്നത്? സത്യഭാമ ശാലിനിയെ സിന്ദൂരം വെച്ച് സ്വീകരിക്കുമോ അതോ വേറെ വല്ല കുറുക്കുവഴിയും കൊണ്ടാണോ വന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയുമായി നാളെ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.